കേരള സർവകലാശാല യുവജനോത്സവത്തിന് ഇക്കുറി സായുധ കലാപത്തിന്റെ പേര് 6 വർഷം നടന്ന സായുധ കലാപത്തിന്റെ പേരാണ് സർവകലാശാല നൽകിയത്. ഇന്തിഫാദ എന്ന അറബി പേരിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അതേസമയം സംഭവത്തിൽ വിശദീകരണം തേടുമെന്ന് കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമൽ പറഞ്ഞു. സർവകലാശാല രജിസ്ട്രാറാണ് വിശദീകരണം തേടുക. ജനം TV വാർത്തയെ തുടർന്നാണ് കേരള സർവകലാശാല VCയുടെ പ്രതികരണം. ജനം ഇമ്പാക്ട്. കലോത്സവത്തിൻ്റെ കാര്യത്തിൽ അവർ ഒരു തരത്തിലും വൈസ് ചാൻസലറുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അതിൻ്റെ തീയതിയോ അതിൻ്റെ വെന്യൂയോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും വൈസ് ചാൻസലറുമായിട്ട് ബന്ധപ്പെടാതെയാണ് നടത്തുന്നത്. അത് എന്തിനാണ് അറബി വാക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ യുവജനോത്സവത്തിന് ഉപയോഗിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും കലോത്സവം യുദ്ധമല്ലല്ലോ. കലോത്സവം ഒരിക്കലും യുദ്ധമല്ല. കലോത്സവത്തിന് കലാപരമായ പേരുകളാണ് വേണ്ടത്, കേരളീയമായ പേരുകളാണ് വേണ്ടത്. വേറെ എന്തെങ്കിലും പേര് ഇട്ടത് എന്തിനാണെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ വിശദീകരണം ചോദിക്കും. കാരണം കേരളമായി ബന്ധപ്പെട്ടില്ലാത്ത ഒരു പേര്, ആ പേര് മോശമായ പേരാണെങ്കിൽ, എനിക്കറിഞ്ഞുകൂടാ അതിൻ്റെ അർത്ഥം എന്താണെന്ന്. മോശമായ പേരാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും വിശദീകരണം ചോദിക്കും. വിവരങ്ങളുമായി MK വിനോദ് ചേരുകയാണ്. വിനോദ്, ഈ സായുധ കലാപത്തിന്റെ പേരാണ് കലോത്സവത്തിന് ഇട്ടിരിക്കുന്നത്. ബോധപൂർവം ആസൂത്രിതമാണ് SFIയുടെ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ രീതിയിൽ വിശദീകരണം തേടും, അതിനുശേഷം ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ഈ ജനം TV വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് VCയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമായി തുടരുമ്പോഴും SFIയുടെ ഭാഗത്തുനിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണമോ പ്രതികരണമോ ഇതുവരെയും ലഭ്യമായിട്ടുമില്ല, അല്ലേ? തീർച്ചയായും നമുക്കറിയാം, SFI ആണ് വർഷങ്ങളായിട്ട് കേരള സർവകലാശാല യൂണിയൻ ഭരണം നിർവഹിക്കുന്നത്. അവരാണ് ഇത്ര മനോഹരമായ ഒരു കലോത്സവത്തിന് ഒരു കലാപത്തിന്റെ പേരിട്ടിരിക്കുന്നത്. VC തന്നെ, വൈസ് ചാൻസലർ തന്നെ, ഡോക്ടർ മോഹൻ കുന്നുമേൽ തന്നെ ചോദിക്കുകയാണ്, എന്തിനാണ് ഒരു സായുധ കലാപത്തിന്റെ പേര് ഒരു യുവജനോത്സവത്തിന് ഇടുന്നത്? പ്രത്യേകിച്ചും കലകൾ കൊണ്ട് സമ്പന്നമായ കേരളത്തിലെ എത്രയോ കലാപരമായ പേരുകൾ ഇവിടെയുണ്ട്. അതൊന്നും ഉപയോഗിക്കാതെ ഇസ്രായേലിനെതിരെ സായുധ കലാപം നടത്തിയ ഹമാസ് നടത്തിയ ഒരു സായുധ കലാപത്തിന്റെ പേര് ഇന്തിഫാദ് എന്നുള്ള പേര് ഇട്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് വൈസ് ചാൻസലർക്ക് പോലും മനസ്സിലാവുന്നില്ല. കലകൾ കുടഞ്ഞു കളയുക എന്നുള്ളതാണ് ഈ വാക്കിന്റെ അർത്ഥം. അത് കലയുമായി ഒരു ബന്ധവുമുള്ള വാക്കല്ല. അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു കലാപത്തിന്റെ പേര്, ഇത്രയും വലിയ ഒരു കലോത്സവം, പ്രത്യേകിച്ചും കേരള സർവകലാശാല കലോത്സവം എന്ന് പറയുന്നത് മാർച്ച് 7 മുതൽ 11 വരെ തിരുവനന്തപുരത്താണ് നടത്തുന്നത്. ഇപ്പോൾ വൈസ് ചാൻസലർ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം പോലും തീയതി അറിഞ്ഞില്ല, അതിൻ്റെ സ്ഥലം ഏതെല്ലാം ക്യാമ്പസുകളെന്ന് അറിഞ്ഞില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് ഒരു സായുധ കലാപത്തിന്റെ പേര് ഒരു മനോഹരമായ കലോത്സവത്തിന് ചാർത്തി കൊടുത്തിരിക്കുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എഴുതി ചേർത്ത അല്ലെങ്കിൽ മനഃപൂർവ്വം എഴുതിയുണ്ടാക്കിയ ഒരു വാക്കാണ്. ഇത്തരത്തിലുള്ള കലകൾ കൊണ്ടുള്ള പ്രതിരോധം എന്നാണ് ഈ വാക്കിന് വിശദീകരണം. ഇന്തിഫാദ എന്നുള്ള പേരിൽ ഇവിടെ നഗരത്തിൽ മുഴുവൻ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളിലും ബാനറുകളിലും എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ആരോടുള്ള പ്രതിരോധം എന്നുള്ളത് വലിയ ചോദ്യമാണ്. SFI സ്വന്തം രാഷ്ട്രീയം ഈ കലയിലൂടെ ഉപയോഗിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. നമ്മൾക്കറിയാം, കേരളവുമായി ഒരു ബന്ധവുമുള്ള ഒരു സംഭവമല്ല ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഹമാസ് നടത്തിയ സായുധ കലാപം. അതിൽ ഹമാസിനെ അനുകൂലിക്കത്തക്ക നിലയിൽ ഹമാസ് നടത്തിയ ഒരു സായുധ വിപ്ലവത്തിന്റെ പേര് എഴുതി ചേർത്തുകൊണ്ട് ഹമാസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് SFI നടത്തിയത്. അത് യുവജനോത്സവത്തിൽ ചേർക്കേണ്ടതായ ഒരു കാര്യവും. ഈ യുവജനോത്സവം എല്ലാ വിദ്യാർത്ഥികളുടെയും ഉത്സവമാണ്. എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു ഉത്സവമായി കൊണ്ടാടപ്പെടേണ്ടതാണ്. പക്ഷെ അവിടെയാണ് SFI കൃത്യമായൊരു രാഷ്ട്രീയം കാണുന്നത്. കൃത്യമായ രീതിയിലുള്ള ഒരു വിഭാഗീയത സൃഷ്ടിക്കാനും രാഷ്ട്രീയ നേട്ടം സ്വന്തമാക്കാനുമുള്ള ഒരു ഇടമായി പോലും കലോത്സവത്തെ കാണുകയാണ്. അത്തരത്തിൽ തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തിനും കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള ഒരു വിമർശനം ഈ പേരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്യുന്നത്, അല്ലേ?
അതെ, തീർച്ചയായും കലാലോകത്ത് നിന്ന് തന്നെ കലാമേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ അടക്കം പറയുന്നുണ്ട് ഈ പേര് എന്തിനാണ് ഉപയോഗിച്ചത് എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം, കലാകാരന്മാർ, കേരളത്തിലെ പ്രധാനപ്പെട്ട കലാകാരന്മാരെല്ലാം അവർ സാഹിത്യ അക്കാദമി അല്ലെങ്കിൽ സംഗീത നാടക അക്കാദമി, അവർക്ക് ലഭിക്കുന്ന വിവിധ അവാർഡുകൾ, ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം, ഇതൊക്കെ ഉള്ളതുകൊണ്ട് SFI നേതൃത്വം നൽകുന്ന ഒരു യൂണിയൻ ചാർത്തിക്കൊടുത്ത ഒരു പേരിനെതിരെ പരസ്യമായി പ്രതികരിക്കാനൊന്നും ഇവർ തയ്യാറാകുന്നതുമില്ല. അത് മറ്റൊരു കാര്യം. അപ്പോൾ തീർച്ചയായും പക്ഷേ സാധാരണ കലകളെ സ്നേഹിക്കുന്ന, കലകളെ ഇഷ്ടപ്പെടുന്ന, കലാപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെല്ലാം തന്നെ ഇങ്ങനെ ഒരു പേര്, ഒരു കലാപം, ഒരു സായുധ കലാപത്തിന്റെ പേര് എന്തിനൊരു കലോത്സവത്തിന് ചാർത്തി എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. കലോത്സവം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. മാർച്ച് 7 മുതൽ 11 വരെ. ഒരുപക്ഷെ നിയമപരമായി തന്നെ ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ്. വൈസ് ചാൻസലർ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നു. രജിസ്ട്രാറോട് ഇതിന്റെ കാരണം തേടിയിരിക്കുന്നു. വേണമെങ്കിൽ ചാൻസലർ കൂടിയായ ഗവർണർക്ക് പോലും ഇടപെടാവുന്ന ഒരു വിഷയമാണിത്. കാരണം ഒരു സായുധ കലാപത്തിന്റെ പേര് ഒരു കലോത്സവത്തിന് ഇടുന്ന സാഹചര്യം യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. KP.